ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ മിനി. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഉസ്ലാംപെട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം, എൻ്റെ മോനെ ഒന്ന് കാണിച്ചു തരാം. അവന് ഭയങ്കര കളിയാക്കൽ തന്നെ. അപ്പോൾ അവൻ അമ്മയ്ക്ക് എന്താ പറ്റിയേ ഇതിങ്ങനെ വീഡിയോ എടുക്കാൻ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷെ ഞാൻ വിടുമോ? ഞാനിത് തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെ അങ്ങ് ബോറടിപ്പിക്കും. അതേമാതിരി ഒന്ന് ഹായ് പറഞ്ഞേ രണ്ടുപേരും. അങ്ങനെ ഹൈ പറഞ്ഞാൽ പോരാ, നല്ലൊരു ഇനി അടുത്തയാൾ പറ. അങ്ങനെ ചുമ്മാ ഇരുന്ന് ഹായ് പറഞ്ഞ എങ്ങനെയാ വെച്ച്? ആ, വിശേഷം പറ. എന്താ പറയാ, അമ്മ എന്നെ പറഞ്ഞു. ചോറുണ്ടില്ല കേട്ടോ. ചോറുണ്ടെങ്കിൽ 1 മണിയാവണ്ടേ? ഇപ്പം 11:10 അപ്പോൾ ഇനി ചോറുണ്ടാകുന്നതായിട്ട് കാണിച്ചു തരാം. ഇവിടുത്തെ ചോറ് മറ്റും ഉണ്ണാൻ തോന്നുന്നില്ല, അത് വേറെ കാര്യം. അത് തന്നെയല്ല, കേരളത്തിൽ നിന്ന് തന്നെ കഴിച്ചപ്പോൾ അത് ഛർദ്ദിച്ച് മൊത്തം പോയി. തൊടുപുഴ ഫുഡായത് കൊണ്ടല്ല, അത് ഇടുക്കി ജില്ലക്കാരുടെ ഫുഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് തമിഴ്നാട് ഏരിയ എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ കയറിയപ്പോൾ അല്ലല്ല, ഇടുക്കി ജില്ലയാണെങ്കിലും നമ്മൾ തമിഴ്നാടിൻ്റെ ആൾക്കാരെ തമിഴാണ് സംസാരിക്കുന്നത്. എന്താണെങ്കിലും മധുര എത്താറായിന്ന് ഈ ഫാത്തിമ പറയണു. എത്താറായി എന്ന് കുറേ നേരമായി പറയണു. ഇതുവരെ എത്തിക്കണ്ടില്ല. ഇപ്പം എത്തിക്കഴിയുമ്പോൾ ഞങ്ങൾ ചുമ്മാ ഈ എല്ലായിടും ഒന്ന് ചുറ്റി കാണാം എന്നോർത്ത് ഇറങ്ങിയതാണ്. കുറച്ചൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണണം, എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച്. പിന്നെ എൻ്റെ ഇളയ മോൻ വന്നിട്ടില്ല. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. കോവിലൊക്കെ കാണിച്ചു കൊടുക്കാൻ. ഇത് കോവിലല്ലോ, ഇത് ഓട്ടോ സ്റ്റാൻഡല്ലേ? അമ്പലമെന്ന് മറ്റും തോന്നണ്ട കണ്ടിട്ട്. അല്ല, ഞാൻ എന്നാ ഉസ്ലാംപെട്ടിയിൽ വന്നതല്ലേടാ നമ്മൾ ഒരു ദിവസം കാലൊടിഞ്ഞപ്പം. അത് തള്ളാണോ? കമ്പം ഉസ്ലാംപെട്ടി 1-2 ഇതാണ്. പിന്നല്ലേ അതിപ്പോൾ മങ്ങാട്ടുകോല തൊടുപുഴ എന്ന് പറയുന്നത് തൊടുപുഴ തന്നെയല്ലേ മങ്ങാട്ടുകോല? ആ, അത് കൊള്ളാം. ഇതേ മകൻ എൻ്റെ ആണെങ്കിലും എൻ്റെ പകുതി ബുദ്ധിയും ഇതൊക്കെ കിട്ടിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ. അപ്പം നിങ്ങളെ ഇതൊന്നും കേൾപ്പിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിലുള്ള ഇത് കേൾക്കുമ്പോൾ നിങ്ങളോർക്കും ഭയങ്കര ഗീരിയും പോകുന്നു. അതൊന്നുമല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശീല. അപ്പോൾ ഇത് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. എൻ്റെ മുഖം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ. സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കണമെന്നല്ല, ഇതിപ്പോൾ ആരെ വീഡിയോ എടുക്കണമെന്ന് ഇവർ അറിയണ്ടേ? സ്ഥലം മാത്രം കാണിച്ചു കൊടുത്താൽ പിന്നെ എൻ്റെ മോൻ്റെ ആര് കാണും? അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മോന്തയ്ക്ക് ലൈക്ക് തരിക, ഷെയർ ചെയ്ത് തരിക, സബ്സ്ക്രൈബ് തരിക, അങ്ങനെ കമൻ്റ് ഇടുക. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കിട്ടും. മനസ്സിലായോ? ഞാനിത് വൈൻഡപ്പ് ചെയ്യും കേട്ടോ. ഞാൻ സുഖമില്ലാതെ ഇങ്ങനെ കിടക്കും. ഇതേ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ പോലും ഇട്ടില്ല. അപ്പോൾ സുഖം മാറി കഴിഞ്ഞാൽ അതെവിടെയാ? അതെയോ? അത് കണ്ടില്ലല്ലോ ഉള്ള. അതെ അതെ, ഇത് മരിച്ച കേട്ടോ.
എന്നതായിട്ട് പൊട്ടിക്കണം അതാണ് എനിക്കറിയാൻ പോകുന്നത്. അമിട്ട് അയുമ്പോ സാധനം പൊട്ടല്ലേ വണ്ടി നോക്ക് മച്ചന പൂക്കുറ്റി പടക്കമൊക്കെ പൊട്ടിക്കണത് ഇരുത്തിയാ കൊണ്ടുപോകണം കേട്ടോ. കടത്തണോ ഇത് കിടത്തിയ അല്ലെങ്കിൽ ഇരുത്തിയാ കൊണ്ടുവന്നു. ആ കിടത്തിയാ കൊണ്ടുവന്നു. അതെല്ലേ എൻ്റെ പൊന്നെ മരിച്ചതിനും ഇത്ര ആഘോഷം. ഇവിടെ ഉള്ളവർക്ക് മരിച്ച സന്തോഷമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഒത്തിരി നേരം പറയുന്നില്ല. ശരി, നമ്മളെ ഇതിൽ പറയുമ്പോൾ